ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. ഞാനിവിടെ ആന്ധ്രാപ്രദേശിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. നഴ്സായിട്ടിൽ ഇപ്പോൾ OT ഇൻചാർജായിട്ട് വർക്ക് ചെയ്യാണ്. 5 വർഷം മുമ്പ് ഇവിടെ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമം ചാനൽസിലെല്ലാം നമ്മൾ കേട്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അതിലവർ മെയിനായിട്ട് പറഞ്ഞത് സാലറി നമ്മൾ ഇൻക്രിമെൻ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ മാനേജ്മെൻറ്റുകാർക്ക് അവരുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്നെടുത്ത് സാലറി കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഒരു അഡീഷണലായിട്ട് ചാർജ് ആഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് അവർ പറയുന്ന ഓരോരോ കാര്യങ്ങൾ. പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ LSCS സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ എത്ര രൂപ ചാർജ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു 50,000 55,000 രൂപ ആ റേഞ്ചിലാണ് ഒരുമാതിരിപ്പെട്ട ഹോസ്പിറ്റലിലെല്ലാം ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അറിവിൽ ഞാനൊരു OT ഇൻചാർജ് ആയതുകൊണ്ട് എനിക്കറിയാം ഇതിനുവേണ്ടി എന്ത് എക്സ്പെൻസ് ഒരു ഹോസ്പിറ്റലിന് വരുന്നുണ്ടോ. ഇവിടെ എൻ്റെ ഹോസ്പിറ്റൽ ഒരു റൂറൽ ഏരിയയിലാണ് എൻ്റെ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ ഇതിനെല്ലാം വളരെ ചാർജ് വളരെ കുറച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പുറത്ത് പറയാൻ പറ്റുന്ന സാലറി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ നഴ്സിംഗ് സ്റ്റാഫിന് വേണ്ടിയിട്ട് നമ്മുടെ യൂണിയന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. കണ്ടോളൂ. ഇപ്പോൾ ഒരു LSCSന് എൻ്റെ ഹോസ്പിറ്റൽ ചാർജ് ചെയ്യുന്നത് 18,000 മുതൽ 20,000 രൂപ വരെയാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ചാർജ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു IV ക്യാനിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കയ്യിൽ നിന്ന് ഇത് ഓൾമോസ്റ്റ് എപ്പോഴും നമ്മൾ LSCS എന്ന് പറയുന്നത് എപ്പോഴും പാക്കേജിലാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഒരു ക്യാനിൽ അവർക്ക് കിട്ടുന്നത് 8 രൂപ 50 പൈസയ്ക്കാണ്. ഒരു IV സെറ്റ് അവർക്ക് കിട്ടുന്നത് 11 രൂപ 50 പൈസ. അത് ഒട്ടിക്കാനുള്ള ഈസി ഫിക്സ് കിട്ടുന്നതും 13 രൂപയ്ക്ക്. പിന്നെ സെക്ഷൻ ട്യൂബ്, ഫോളിസ് കത്തീഡർ, അങ്ങനെ താഴത്തെ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. 65, 35, 20, 8, 7, 14, 7. ഇത് കാറ്റ്ഗേറ്റ് എന്ന് പറയുന്ന ഒരു അബ്സോർബബിൾ സൂച്ചർ മെറ്റീരിയലാണ്. ഇത് 2 നമുക്ക് വേണം. നമ്മൾ യൂട്രസ് സൂച്ചർ ചെയ്യാനുള്ള സംഭവങ്ങളാണ് ഇത്. ഓക്കെ, അതിന് 2 വേണം. ഇത് പിന്നെ പ്ലസ് ഇത് നോൺ അബ്സോർബിൾ ആയിട്ടുള്ള സൂച്ചർ മെറ്റീരിയൽസ്. പിന്നെ ഇത് ചിലപ്പോൾ സ്കിന്നിന് നമ്മളുടെ ചിലപ്പോൾ മോണോക്രില് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേ സെയിം മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യാറുമുണ്ട് ചില സമയത്ത്. ഓക്കെ, അങ്ങനെ പിന്നെ സലൈന്, സിറിഞ്ച്, ഗ്ലൗസ്, ആൻറ്റിബയോട്ടിക്സ്, ഇതെല്ലാം കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ബെറ്റാഡിൻ, സ്പിരിറ്റ്, ക്യാപ്പ്, മാസ്ക്, ഓക്സിജൻ, ഗോസ്പീസസ്, AC, അതർ മെയിൻ്റനൻസ് ചാർജ്. ഇതാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അറിയാവുന്നത്. ചിലപ്പോൾ 1-2 ഐറ്റംസ് വിട്ടുപോയിട്ടുണ്ടാകാം, ക്ഷമിക്കുക. ഇപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഒരു ചാർജ് വരുന്നതെന്ന് വെച്ചാൽ 1,417 രൂപയാണ് ഇതിനെല്ലാത്തിനും കൂടി വരുന്ന മൊത്തത്തിലുള്ള ചാർജ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ചാർജ് ചെയ്യുന്നത് 18,000 മുതൽ 20,000 രൂപ. അതൊരു വലിയ പൈസ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇത്രയും മിനിമം ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്തിട്ട് പോലും ഇതിൽ നിന്ന് നല്ല ലാഭം കിട്ടിയിട്ട് എനിക്ക് നാട്ടിൽ 4 പേരോട് പറയാൻ പറ്റുന്ന സാലറി എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിന് ലാഭം ഉണ്ടായിട്ട് തന്നെയാണല്ലോ ഇത് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകാം. ഇത് ഒരു LSCSൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഒരു ഹെർണിയ. അതിന് 17,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ചാർജ് ചെയ്യുന്നത്. 17,000 രൂപ മുതൽ 20,000 രൂപ വരെ. ഈ പറഞ്ഞ സംഭവങ്ങൾ ഇതിൽ പലതും ഈ ഹെർണിയ എന്ന ഓപ്പറേഷൻ ആവശ്യമില്ല. അഡീഷണലായിട്ട് വേണ്ടത് ഒരു മെഷ് മാത്രമാണ്. അതിന് 450 രൂപയാണ് PRP. അതായത് ഹോസ്പിറ്റലിൽ വാങ്ങിക്കുന്ന കോസ്റ്റ് 450 രൂപയാണ്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എത്രയാവും? ഇത് ഇത്രയും ആവില്ല. 1,417 എന്തായാലും ആവില്ല. അതിൽ താഴെ എന്തായാലും ആവുള്ളൂ. ഓക്കെ, എന്നാലും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. 1,400 പ്ലസ് ഈ 450 കൂടിക്കോളൂ. ഓക്കെ, 2,000 രൂപ റൗണ്ട് ചെയ്തെടുത്തോളൂ. 2,000 രൂപ റൗണ്ട് ചെയ്താലും പിന്നെയും കിടക്കുന്നു ബാക്കി. അതാണ് ഇതിൽ നിന്നുള്ള ലാഭം. LSCS എത്ര രൂപ ലാഭമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത് ഹെർണിയ ഓപ്പറേഷൻ, അതിൻ്റെ ലാഭം മനസ്സിലായി കഴിഞ്ഞു. ഇനി അടുത്തത് അപ്പൻസെക്ടമി. ഈ പറഞ്ഞ സാധനങ്ങൾ ഇത്രയൊന്നും ആവശ്യമില്ല ഇതിനകത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ ചാർജ് ചെയ്യുന്നത് ഓപ്പൺ അപ്പൻസെക്ടമി ആണെങ്കിൽ 13,000 രൂപ മുതൽ 16,000 രൂപ വരെയാണ് ചാർജ് ചെയ്യാറുള്ളത്. അതിനകത്തൊന്നും ഇത്രയും തന്നെ ഉള്ളൂ നമുക്ക് ചിലവ്. 2,000 രൂപയാണ് മാക്സിമം ചിലവ്. എന്നിട്ട് ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കുക. ഇനി ഇത് ലാപ്പ് അപ്പൻസെക്ടമി ആണെങ്കിൽ ഈ മേൽപ്പറഞ്ഞ സാധനങ്ങളുടെ മിക്കതിൻ്റെയും തന്നെ ആവശ്യം ഇവിടെ വരാറില്ല. പക്ഷേ ചാർജ് പോകുന്നത് 18,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തോരം ലാഭം ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് ഹിസ്റ്റക്ടമി. ഈ ഹിസ്റ്റക്ടമിക്കാണെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ 16,000 രൂപ മുതൽ 25,000 രൂപ വരെ ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെ മതി ഇവിടെയും ചെയ്യാനായിട്ട്. വേറെ അഡീഷണൽ ആയിട്ട് യാതൊരു സാധനവും എൻ്റെ അറിവിൽ വേണ്ട. പിന്നെ
ഇത് ലാപ്പാണെങ്കിലോ, ഇതില് ലാപ്പാണെങ്കിൽ 25,000 മുതൽ 30,000 രൂപ വരെ ഇവിടെ ചാർജ് ചെയ്യുന്നു. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാപ്പാണെങ്കിൽ പിന്നെ ഇവിടെ പറഞ്ഞ പല സാധനങ്ങളും ഇവിടെ ആവശ്യമില്ല. ചെലവ് കുറവാണ്, പക്ഷെ വരവ് കൂടുതലാണ്. അപ്പൊ ഇത്രയും ലാഭം കിട്ടിക്കൊണ്ട് തന്നെ അവര് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും ലാഭം അവർ തരുന്നതുകൊണ്ട് അവരെനിക്ക് ഇത്രയും ലാഭം അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവരെനിക്ക് നല്ല രീതിയിൽ അവരെനിക്ക് സാലറിയും തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മാക്സിമം 70 ബെഡ്, മാക്സിമം 60-70 ബെഡ് വരെ ഞങ്ങളുടെ ഹോസ്പിറ്റലുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇത്രയും റൂറൽ ഏരിയയിൽ ഇത്രയും ചെറിയ കോസ്റ്റിൽ ചെയ്തിട്ട് പോലും അവർക്ക് ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലസ് ഫുഡില്ല, അക്കോമഡേഷൻ കൂടെ അവർ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കോർപ്പറേറ്റ് സെറ്റപ്പിലുള്ള ഹോസ്പിറ്റലുകൾക്ക് അല്ലെങ്കിൽ 500 ബെഡുള്ള ഹോസ്പിറ്റലിൽ 800 ബെഡുള്ള ഹോസ്പിറ്റലിൽ അവർക്ക് എന്തുകൊണ്ട് നമുക്ക് തരാൻ കഴിയുന്നില്ല? പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആദ്യം മുതൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണ്. അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിലെ ഫാർമസിയുടെ കാര്യങ്ങൾ പലതും ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫാർമസിയിലെ പല ബില്ലുകളും എൻ്റർ ചെയ്യുന്നത് ഞാൻ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് MRPയും BRPയും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് നന്നായിട്ടറിയാം. അതിൽ ശ്രദ്ധയിൽപ്പെട്ട വളരെ കുറച്ച് ഒരു 3-4 ഐറ്റംസിൻ്റെ കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഒരു ക്യാനില നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടുന്നത് വെറും 9 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. അവർ വിൽക്കുന്നത് 93 രൂപയ്ക്കാണ്. ഈ 93-ൽ നിന്ന് ഈ 9 രൂപ കുറയ്ക്കുക, ബാക്കി 84 രൂപ അവരുടെ പ്രോഫിറ്റാണ് ഇത്. പിന്നെ നെക്സ്റ്റ് IV സെറ്റ് അവർക്ക് കിട്ടുന്നത് വെറും 12 രൂപയ്ക്കാണ്. അവർ വിൽക്കുന്നത് 106 രൂപയ്ക്കാണ്. അതിലവരുടെ പ്രോഫിറ്റ് 94 രൂപയാണ്. ഇനി ഒന്ന് ഗ്ലൗസ്, സർജിക്കൽ ഗ്ലൗസസ്, അതിന് അവരുടെ വാങ്ങിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ PRP 14 രൂപയാണ്. അവർ വിൽക്കുന്നത് 49 രൂപയ്ക്കാണ്. അതിന്റെ പ്രോഫിറ്റ് 35 രൂപയാണ്. നമുക്കെല്ലാവർക്കും അറിയാം സിറിഞ്ചസ് അവർ വാങ്ങിക്കുന്നത് വെറും 7 രൂപയ്ക്കാണ് അവർ വാങ്ങിക്കുന്നത്. അവർ വിൽക്കുന്നത് 22 രൂപയ്ക്കാണ്. അതിന്റെ പ്രോഫിറ്റ് 15 രൂപയാണ്. ഇവിടെ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഈ 84 രൂപയ്ക്ക് വിൽക്കുന്ന ഈ ക്യാനില്ല ഒരു 500 ബെഡുള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അവിടെ ഒരു 500 ബെഡ് എപ്പോഴും ഫുള്ളായിരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. മിനിമം ഒരു 400 ബെഡെങ്കിലും ഫുള്ളായിരിക്കുമല്ലോ. ആ 400 ബെഡിൽ ഒരു 150 പേഷ്യൻസിനെങ്കിലും IP ആയിട്ടുള്ള 150 പേഷ്യൻസിനെങ്കിലും ക്യാനിൽ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും ഒരു ദിവസം. പ്ലസ് ഇറിറ്റബിൾ ആയിട്ടുള്ള പേഷ്യൻസ് നമുക്കറിയാം, ക്യാനിൽ അവർ തന്നെ വലിച്ചു പറിച്ച് ദൂരെ കളയും. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പ്ലസ് ഇപ്പോൾ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻ്റ്, MI പേഷ്യൻസോ അല്ലെങ്കിൽ പോയിസൺ കഴിച്ചിട്ടുള്ള പേഷ്യൻസ് അവരൊക്കെ വരികയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് തന്നെ 1-2 ക്യാനിലിടുന്ന കാര്യങ്ങളും നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളും നമുക്കുണ്ടാകാറുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു 150 പ്ലസ് അതർ എമർജൻസി ആൻഡ് അതർ പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ ഒരു 50 കൂടി നമുക്ക് ആഡ് ചെയ്ത് 150 പ്ലസ് 50 200 ക്യാൻലാസ് ഒരു ദിവസം മിനിമം അവരുടെ ഫാർമസിന് ചിലവാകുന്നുണ്ട്. അതിന്റെ പ്രോഫിറ്റ് മാത്രമാണിത്. ഓൾറെഡി അവർ മുടക്കിയ മുതൽ നമ്മൾ ഇതിനകത്ത് മൈനസ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രോഫിറ്റാണ് 16,800 എന്നുള്ളത്. അതുപോലെ തന്നെ IV സെറ്റ് 94 രൂപ അവരുടെ പ്രോഫിറ്റാണ്. 94 രൂപയിൽ ഈ IV സെറ്റിന് 150, ഈ 400 പേഷ്യൻറ്റിലൊരു 150 പേഷ്യൻ്റെങ്കിലും ഇപ്പോൾ ICUലൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം, കാർഡിയാക് ICUലോ ന്യൂറോ ICUലൊക്കെ ആണെങ്കിൽ ഒരു പേഷ്യൻറ്റിന് എത്ര ഇൻഫ്യൂഷനാണ് നമുക്ക് പോകുന്നതെന്ന് നമുക്കറിയാം. ഒരു പേഷ്യൻറ്റിന് 4-5 IV സെറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു IP പേഷ്യൻറ്റിന് 150 പ്ലസ് ഈ ടാപ്പിങ് അതർ പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ ഒരു 50, മൊത്തം 200 IV സെറ്റ്. അതിനവർക്ക് 18,800 രൂപയാണ് ഒരു ദിവസത്തെ പ്രോഫിറ്റ്. പ്ലസ് ഗ്ലൗസ്, ഒരു സർജറി എന്ന് പറഞ്ഞാൽ ഒരു സർജൻ പ്ലസ് 2 അസിസ്റ്റന്റ്, മിനിമം 6 ഗ്ലൗസ് അവരൊരു ദിവസം യൂസ് ചെയ്യും. മിനിമം ഇത്രയും വലിയ 500 ബെഡുള്ള ഹോസ്പിറ്റലിൽ 10 സർജറി എന്തായാലും മിനിമമായിട്ട് നടക്കില്ല. ആ 10 സർജറിയിൽ 60 ഗ്ലൗസ് എന്തായാലും അവർ യൂസ് ചെയ്യും. പിന്നെ ഈ സർജറി ചെയ്ത പേഷ്യന്റിന് ഡ്രസ്സിങ്, അതർ പ്രൊസീജിയർ, ഫ്യൂച്ചറിങ്, ഇതിനെല്ലാത്തിനും കൂടി ഒരു 40 ഗ്ലൗസ് വീണ്ടും ഒരു എക്സ്ട്രാ കൂട്ടിക്കോളും. മൊത്തം 100. ഈ 100 ഗ്ലൗസിന് 35 രൂപ വെച്ച് 3,500. ഇതിനും മൊത്തം പ്ലസ് സിറിഞ്ച് ഒരു 15 രൂപ പ്രോഫിറ്റാണ്. ഈ 800 ബെഡുള്ള 500 ബെഡുള്ള ഹോസ്പിറ്റലിൽ 400 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ
400 × 2 എന്ന് കൂട്ടിയാൽ തന്നെ 700 സിറിഞ്ചാവും. പിന്നെ അതുകൂടാതെ നമുക്കറിയാം വയറുവേദന മറ്റുള്ള പ്രശ്നങ്ങൾ വരുന്ന പേഷ്യൻസിനും നമ്മൾ IM ഇഞ്ചക്ഷൻസ്, ചെറിയ പനി വരുന്ന പേഷ്യൻസ് അവർക്കെല്ലാവർക്കും നമ്മൾ ധാരാളം ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. അതിലെല്ലാം കൂട്ടി ഒരു 1000 സിറിഞ്ചസ്. ഇത് ഒറ്റ ദിവസത്തെ വരുമാനമാണ്. അത് 15,000. ഇതെല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ 54,100 രൂപ ഇവർക്ക് ഈ പറഞ്ഞ 4 ഐറ്റംസിൽ നിന്ന് മാത്രം അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഈ 54,000-ന്റെ 50% അവരെടുത്തോട്ടെ, നോ പ്രോബ്ലം. ഈ 27,000 വീണ്ടും ബാക്കിയുണ്ടല്ലോ, ബാക്കി 50%. ഇതൊരു ദിവസത്തെ വരുമാനമാണ്. 27,000 × 30, ഒരു മാസത്തെ ഈ 4 ഐറ്റംസിന്റെ മാത്രം ലാഭം 8,10,000 രൂപയാണ് ഒരു മാസത്തെ ലാഭം. ഇതിൽ നിന്ന് ഇനി എത്ര രൂപ ഇനി അവർ ആഡ് ചെയ്യേണ്ടി വരും നമ്മുടെ നഴ്സുമാർക്ക് ഒരു ഇൻക്രിമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്? അവരവരുടെ പോക്കറ്റിൽ ചെലവാക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും കണക്ക് കൂട്ടിയത്. ഇത് ഞാൻ പറഞ്ഞ ഫാർമസിയിലെ വെറും 4 ഐറ്റംസിന്റെ കാര്യമാണ്. ഇനിയുണ്ട് 1,500 ഐറ്റംസ് വേറെ ബാക്കിയുണ്ട്. അതിന്റെ പ്രോഫിറ്റിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ പറയാത്ത കാര്യങ്ങൾ വേറെ, ലാബ്, എക്സ്റേ, സ്കാനിങ്, MRI അങ്ങനെ തുടങ്ങുന്ന വേറെ കാര്യങ്ങൾ പലതും ഇതിനകത്തുണ്ട്. ഇതൊന്നും പറയാതെ തന്നെ, ഈ ലാബ്, എക്സ്റേ, സ്കാനിങ്, MRI ഇതൊന്നും പറയാതെ തന്നെ ഇത്രയും ലാഭം അവർക്ക് ഈ ഫാർമസിയിൽ നിന്ന് മാത്രം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് നമ്മുടെ സാലറി, നമുക്ക് അറിയിക്കുന്ന സാലറി നമുക്ക് എന്തുകൊണ്ട് അവർക്ക് തന്നുകൂടാ? ഇനി അടുത്തെന്ന് പറയാനുള്ളത് നമ്മുടെ സർജറി ഡിപ്പാർട്ട്മെന്റ്. ഞാൻ OT ഇൻചാർജായി ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫീമർ ഫ്രാക്ചർ ആയിട്ടൊരു പേഷ്യന്റ് വരുന്നു. ഫീമർ ഫ്രാക്ചർ ആയിട്ട് വരുന്ന പേഷ്യന്റ് നമുക്ക് ചെയ്യാവുന്ന സർജറി PFN, DHS, അല്ലെങ്കിൽ ഫീമർ പ്ലേറ്റിങ്, അല്ലെങ്കിൽ IC ഫ്രാക്ചർ ആണെങ്കിൽ AMP, ഇങ്ങനെ കുറച്ച് സർജറിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് ഈ സർജറി ഡീറ്റെയിൽസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളും ഞാൻ തന്നെയാണ്. ഇത് ഇംപ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്ന ആളും ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്കറിയാം ഒരു ഇംപ്ലാന്റിന് എത്ര രൂപയാണ് അവർ ഹോസ്പിറ്റലുകാർ മുടക്കുന്നതെന്നുള്ളത്. ഒരു ഫീമർ ഫ്രാക്ചർ ആയിട്ടുള്ള പേഷ്യന്റിന് മാക്സിമം അവർ മുടക്കേണ്ടത്, ഇപ്പോൾ നെയിലിംഗ് ആയാലും ശരി, പ്ലേറ്റിംഗ് ആയാലും ശരി, AMP ആയാലും ശരി, അതെന്തായാലും ശരി മാക്സിമം 5,000-6,000 രൂപ ഒരു സർജറിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇംപ്ലാന്റിങ്ങിന്റെ ചിലവ് വരുന്നുണ്ട്. പ്ലസ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള ഐറ്റംസ് 2,000 രൂപ വരും. ഒരു 7,000 രൂപയായിരിക്കും അതിന്റെ ചിലവ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് ഇപ്പോഴും 30,000-32,000 രൂപ ആ ഒരു റേഞ്ചിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ കോർപ്പറേറ്റ് സെറ്റപ്പിലുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ, പിന്നെ ഇപ്പോൾ നമ്മുടെ 500 ബെഡുള്ള ഹോസ്പിറ്റലിൽ അവർ ചാർജ് ചെയ്യുന്നത് എത്രയാണ്? ഇപ്പൊ ലിസി ഹോസ്പിറ്റലിൽ എനിക്ക് റീസെന്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, എങ്കിൽ ഞാൻ പറയാണ് 55,000 രൂപയാണ് EHS പോലും അവർ ചാർജ് ചെയ്യുന്നത്. പ്ലസ് റൂം റെന്റ് സെപ്പറേറ്റ്. അപ്പൊ എത്ര? 55,000 പ്ലസ് എന്തായാലും ഒരു 10,000 രൂപ അഡീഷണൽ ആയിട്ട് 65,000 രൂപയാണ് അവർ ചെയ്യുന്നത്. ഈ 65,000 രൂപ ചാർജ് ചെയ്യുന്നവർക്ക് നമുക്ക് സാലറി തരാൻ അവരുടെ ഇല്ല. അവർ പോക്കറ്റിൽ നിന്ന് തരേണ്ടി വരും. അല്ലെങ്കിൽ പേഷ്യന്റിനെ ഇനി അഡീഷണൽ ചാർജ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ 30,000 രൂപ ചാർജ് ചെയ്യുന്ന, അല്ലെങ്കിൽ 32,000 രൂപ ചാർജ് ചെയ്യുന്ന എന്റെ ഹോസ്പിറ്റലുകാർക്ക് എനിക്ക് മാന്യമായ ശമ്പളം തരാൻ അവർക്ക് കഴിയുന്നുണ്ട്. നമ്മളെ നഴ്സുമാരെ പറ്റിക്കാൻ അവർക്ക് പറ്റില്ല, പൊതുജനങ്ങളെ പറ്റിക്കാൻ അവർക്ക് കഴിയും.